മുനമ്പം ഭൂമി ഉന്മീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ മെയ് 6 ബോർഡ് ചേർന്ന് തീരുമാനമെടുത്ത് UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ അപ്ലോഡിംഗ് പൂർത്തിയാക്കി. കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രേഷൻ നടന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ഇനി സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലായിക്കൊള്ളണം എന്താ അവരുടെ ഉദ്ദേശം. ഇവർ രണ്ടു കൂട്ടരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ അടിവരയിടുന്ന നടപടിയാണ് പോണ പോക്കി ചെയ്തത്. മുനമ്പം ഭൂമിയുടെ ഉമീദ് പോർട്ടൽ അപ്ലോഡിങ്ങിൽ അസ്വാഭാവികത ഉണ്ടെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. UDFന് വലിയ ഭൂരിപക്ഷം നൽകിയ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നത് മെയ് 4 മുത്തവല്ലിമാർ അപ്ലോഡ് ചെയ്യാത്ത വഖഫ് സ്വത്തുക്കൾ വഖഫ് ബോർഡ് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന തീരുമാനം ബോർഡ് എടുക്കുന്നത് മെയ് 6 ഉദ്യോഗസ്ഥർ മുനമ്പം ഭൂമിയുടെ അപ്ലോഡിംഗ് പൂർത്തിയാക്കിയത് മെയ് 16 അതായത് UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് 2 ദിവസം മുമ്പ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അറിയാതെയാണ് മുനമ്പം ഭൂമി അപ്ലോഡ് ചെയ്യുന്ന നടപടികൾ നടന്നതെന്ന് വ്യക്തം. CPM നേതൃത്വത്തിൻ്റെ അറിവോടെയാണോ അതോ വഖഫ് ബോർഡ് ചെയർമാൻ സ്വന്തം നിലക്കാണോ തീരുമാനമെടുത്തതെന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. മുനമ്പം കേസിൽ പിണറായി സർക്കാരിനെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. അത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഭരണ നടപടികൾ ഉപയോഗിച്ച് ചർച്ച നടത്തി അതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ആ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന് ഊരാൻ കഴിയാത്ത നിലയിലേക്ക് പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള സമീപനമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുനമ്പം വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഗിമ്മിക്കാണെന്ന് PDPയും പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.